കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പങ്കുണ്ട്. പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബന്ധമാണെങ്കിലും അല്പം വിട്ടുവീഴ്ചയും സ്നേഹവും ഉണ്ടെങ്കിൽ ഇത് മനോഹരമായ ഒരു സൗഹൃദമാക്കി മാറ്റാൻ കഴിയും. സ്വന്തം ഭർത്താവിൻ്റെ സ്വർഗം അമ്മായിയമ്മയുടെ കാലിൻ്റെ കീഴിലാണെന്നുള്ളൊരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തിരിച്ചും സ്വന്തം ഉമ്മക്ക് നൽകുന്ന അതേ പരിഗണനയും ബഹുമാനവും അമ്മായിയമ്മക്ക് നൽകാൻ ശ്രമിക്കുക. പ്രായത്തിൽ മുതിർന്നവർ എന്ന നിലയിൽ അവരുടെ വാക്കുകളെ മാനിക്കുന്നത് ബന്ധം ദൃഢമാക്കാൻ സഹായിക്കും. പറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ചിലപ്പോൾ പഴയകാല അനുഭവങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കുടുംബവിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ താല്പര്യത്തോടെ കേൾക്കുന്നത് തങ്ങൾ പരിഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ അവരിലുണ്ടാക്കും. അതുപോലെ വീട്ടിലെ കാര്യങ്ങളിലോ പാചകത്തിലോ അതേപോലെ കുട്ടികളുടെ കാര്യത്തിലോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയുക. അത് അവരെ സന്തോഷിപ്പിക്കുകയും അതുപോലെ തങ്ങൾ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് അവർക്കൊരു തോന്നലുണ്ടാക്കുകയും ചെയ്യും. സ്വന്തം വീട്ടിലെ രീതികളുമായിട്ടോ ഭർത്താവിൻ്റെ വീട്ടിലെ രീതികളുമായിട്ടോ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഓരോ വീട്ടിലും ഓരോ ജീവിത സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെങ്കിൽ കൂടി ഇടയ്ക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകുക. അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പാകം ചെയ്യുക. അസുഖമോ ക്ഷീണമോ ഉള്ളപ്പോഴൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് സ്നേഹം വർദ്ധിപ്പിക്കും. തർക്കങ്ങൾ ഒഴിവാക്കി വിട്ടുവീഴ്ച ചെയ്യുക. പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ദേഷ്യം തോന്നുമ്പോൾ മറുപടി പറയാതെ മാറി നിൽക്കുക. പിന്നെ ശാന്തമാകുമ്പോൾ സംസാരിക്കുക. പിന്നെ പരസ്പരം വ്യക്തി സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുക. അതേപോലെ സ്വകാര്യതയെ മാനിക്കുക. തുറന്ന സംസാരം പല പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ കാരണമാവും. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക എന്നുള്ളൊരു തത്വമാണ് ഇവിടെ പാലിക്കേണ്ടത്. അള്ളാഹു എല്ലാ ബന്ധങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കട്ടെ.